ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിലെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കിലെ ബാരിഷ് കെ ബാത്ത് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. യഹാം ചിടിയോം കാ സരൂരി കാം ക്യാ ഹോഗ? ഇവിടെ പക്ഷികളുടെ പ്രധാന ജോലി എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്? ബച്ചോങ്കോ സംഭാലന, അവരുടെ കുട്ടികളെ സംരക്ഷിക്കുക. പങ്കോങ്കോ സൂക്ക കർണ, പക്ഷികളുടെ തൂവൽ മഴയായതുകൊണ്ട് നനഞ്ഞിരിക്കുമായിരിക്കും, അതെല്ലാം ഉണക്കുക. കോൺസല ബനാന, അവരുടെ കൂടുണ്ടാക്കുക. ഖാന തലാഷ്ന, ഭക്ഷണം തേടുക. ഇതൊക്കെയാണ് പക്ഷികളുടെ പ്രധാന ജോലികൾ. അടുത്ത ക്വസ്റ്റ്യൻ. ഉൾട്ടി ബഹത്തി നാവ് കെ പീച്ചെ ഫാഗത്തെ ബച്ചോം കാ മനോഭാവ് ക്യാ ഹോഗ? മറിഞ്ഞ വള്ളത്തിന് പിന്നാലെ ഓടുന്ന കുട്ടികളുടെ മനോഭാവം എന്തായിരിക്കും? ആൻസർ നോക്കിക്കോളൂ. യഹ് ദേഖ് കർ ബച്ചോം കെ മൻ മേം പ്രാണിയോം കി സുരക്ഷാ കി ചിന്ത ജഗി. ഇത് കണ്ടിട്ട് കുട്ടികളുടെ മനസ്സിൽ ആ ജീവികളുടെ സുരക്ഷയെ പറ്റിയുള്ള ചിന്തയാണ് ഉണർന്നത്. और वे उन्हें किसी भी तरह बचाने तथा सभी प्राणियों के प्रति समानुभूति रहने का सोचने लगे. കൂടാതെ ആ ജീവികളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നും എല്ലാ ജീവജാലങ്ങളോടും ഒരു സഹാനുഭൂതിയോടെ പെരുമാറണമെന്നും അവർ ആലോചിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കീച്ചഡ് മേ സരാബോർ ഗുഡ്ഡൂഫി ഹസ്രഹാത്ത ഓർ ഗുഡ്ലീഫി. ചെളിയിൽ മുങ്ങിയ ഗുഡ്ഡു ചിരിക്കുന്നു, കൂടെ തന്നെ ഗുഡ്ലിയും ചിരിക്കുന്നു. ക്യാ ഐസാ കോയി മസേദാർ അനുഭവ് ആപ്കെ ജീവൻ മേ ഹുവാ ഹേ? ബതായിയെ. ഇങ്ങനെയുള്ള രസകരമായ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എഴുതുക. ഒരു എക്സാമ്പിൾ നോക്കാം. ഏക് ബാർ മേം ജൽത്തി മേ സ്കൂൾ ചലാ ഗയാ ഓർ ഗൽത്തി സെ അലഗ് അലഗ് രംഗ് കെ ജൂത്തെ പഹൻ ലിയെ. ഒരു ദിവസം ഞാൻ പെട്ടെന്ന് സ്കൂളിൽ പോകുന്നതിനിടയിൽ അബദ്ധത്തിൽ 2 വ്യത്യസ്ത കളറിലുള്ള ഷൂ ആണ് ധരിച്ചുകൊണ്ട് പോയത്. ദോസ്തോ നെ ദിഖായ തോ സബ് ഹസ്നെ ലഗെ ഓർ മുജേ ഭി ഹസി ആ ഗയി. കൂട്ടുകാരെല്ലാം ഇത് കണ്ട് ചിരിക്കാൻ തുടങ്ങി, എനിക്കും ചിരി വന്നു. ഇതുപോലെ നിങ്ങളുടെ അനുഭവങ്ങളും എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. കഹാനി കെ ആധാർ പർ സഹി യാ ഖലത്ത് കാ നിഷാൻ ലഗായേ. കഥയുടെ അടിസ്ഥാനത്തിൽ ശരിയും തെറ്റും അടയാളപ്പെടുത്തുക. ഇവിടെ കുറച്ച് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ആ പോയിൻറ്റ്സ് വായിച്ച് നോക്കിയതിന് ശേഷം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ചിഹ്നവും, അതിപ്പോൾ തെറ്റാണെന്നുണ്ടെങ്കിൽ തെറ്റായിട്ടുള്ള ചിഹ്നവും അടയാളപ്പെടുത്തുക. ബച്ചെ ദോസ്തി മേ മസ്ത് രഹത്തെ ഹെ, കുട്ടികൾ സൗഹൃദം ആഘോഷിക്കുന്നു. ബച്ചെ ബാരിഷ് മേ ഖേൽത്തെ ഹെ, കുട്ടികൾ മഴയത്ത് കളിക്കുന്നു. ബച്ചെ കാഗസ് കി നാവ് ബനാത്തെ ഹെ, കുട്ടികൾ പേപ്പർ കൊണ്ടുള്ള വള്ളം ഉണ്ടാക്കുന്നു. പത്തേക്ക് നാവ് പലട് ജാത്തി ഹെ, ഇല കൊണ്ടുണ്ടാക്കിയ വള്ളം മറിഞ്ഞു പോകുന്നു. ഗോകുൽ ഗായി ബർസാത്തി മൗസം മേ ദിക്തി ഹെ, ഗോകുൽ ഗായി എന്ന് പറയുന്നത് എന്താണ്? ബീർബഹൂടികൾ. ബീർബഹൂടികൾ മഴക്കാലത്താണ് കാണുന്നത്. കീച്ചഡ് മേ ഗിർനെ പർ ഗുഡ്ഡു രോത്താ ഹെ, ചളിയിൽ വീണിട്ട് ഗുഡ്ഡു കരയുന്നു. ഇവയിൽ ബച്ചെ ദോസ്തി മേ മസ്ത് രഹത്തെ ഹെ, പത്തേക്ക് നാവ് പലട് ജാത്തി ഹെ, ഗോകുൽ ഗായി ബർസാത്തി മൗസം മേ ദിക്തി ഹെ. ഇവ 3ആണ് കറക്റ്റായിട്ട് വരുന്നത്, ബാക്കിയെല്ലാം തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ. പത്തേക്ക് നാവ് പലട്നെ പർ ക്യാ ഹുവ? ഇലയുടെ വെള്ളം മറിഞ്ഞതിന് ശേഷം എന്ത് സംഭവിച്ചു? ജോഡ് കർ ലിഖെ, യോജിപ്പിച്ച് എഴുതുക. ചീണ്ട, ചീണ്ടയുടെ എന്തോ ആയിരിക്കും? പാനി മേ തൈർക്കർ ടഹനി പർ ആഗയ, ഉറുമ്പ് വെള്ളത്തിൽ നീന്തി ചില്ലയിലെത്തുന്നു. ലാൽ കാല കീട, ചുവപ്പും കറുപ്പുമായിട്ടുള്ള ആ പ്രാണി, അതിനെ എവിടെയാണ് കണ്ടത്? പത്തേക്ക് നാവ് കെ നീച്ചെ ദിഖായി പട, ആ ഇല കൊണ്ടുള്ള വള്ളത്തിന് താഴെയായിട്ടാണ് അതിനെ കണ്ടത്, ഇലയുടെ അടിയിലായിട്ടാണ് ആ പ്രാണിയെ കണ്ടത്. ഗുഡ്ഡു ഓർ ഗുഡ്ലി, ഗുഡ്ഡുവും ഗുഡ്ലി എന്താ ചെയ്തത്? ഉൾട്ടി ബഹത്തി നാവ് കെ പീച്ചെ ഫാഗെ, ആ മറിഞ്ഞ വള്ളത്തിന് പിന്നാലെ ഓടി. കേഞ്ചുവ, കേഞ്ചുവ എന്താണ്? മണ്ണിര, മണ്ണിര എന്താണ് ചെയ്തത്?
പാനിക്ക് അന്തർ ചലാ ഗയാ, വെള്ളത്തിനുള്ളിലേക്ക് പോയി. അടുത്ത ക്വസ്റ്റ്യൻ, ബാരിഷ് കെ മൗസം മേ ഗുഡ്ഡു ഓർ ഗുഡ്ലി നെ ക്യാ ക്യാ കിയെ, കഹാനി സെ ചുൻകർ ലിഖെ. മഴക്കാലത്ത് ഗുഡ്ഡുവും ഗുഡ്ലിയും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? കഥയിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതുക. ആൻസർ നോക്കിക്കോളൂ. ഗുഡ്ഡു ഓർ ഗുഡ്ലി നെ ഗോകുൽ ഗായോं को माचिस के डिब्बे में इकट्ठा किया. ഗുഡ്ഡുവും ഗുഡ്ലിയും കൂടി ഗോകുൽ ഗായിനെ തീപ്പെട്ടിക്കൂടിൽ ശേഖരിക്കുമായിരുന്നു. ചാന്ദിനിക്ക് പേടുക്കോ സോർസെ ഹിലാദിയ, നമ്പ്യാർവട്ടം മരം പിടിച്ച് കുലുക്കുമായിരുന്നു. വേ കീച്ചഡ് മേ ഖേൽത്തെ ഹുവേ ഓർ ഗിർ ഗയെ, അവർ ചെളിയിൽ കളിച്ചപ്പോൾ വഴുതി വീണു. അടുത്ത ക്വസ്റ്റ്യൻ, ഏ ശബ്ദ് പടേ, താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ വായിക്കുക. കഹാനി സെ ഇൻകി വിശേഷത ബതാനെ വാലെ ശബ്ദ് ചുൻകർ ലിഖെ, കഥയിൽ നിന്നും ഇവയെ വിശേഷിപ്പിക്കുന്ന ശബ്ദങ്ങൾ കണ്ടെത്തി എഴുതുക. മിഠി, കീട, നാവ്, നാലെ, മേട്ടക്, മുഹ്, ഇത്രയും വാക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ വാക്കുകളെയൊക്കെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. മിട്ടി, മിട്ടി എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? ഖിലി മിട്ടി, നനഞ്ഞ മണ്ണ്. കീട, ലാൽ കാല കീട, ചുവന്ന കറുത്ത പ്രാണി. നാവ്, പത്തേക്ക് നാവ്, ഇലയുടെ വള്ളം. നാലെ, ബർസാത്തി നാലെ, മഴച്ചാല്. മേട്ടക്, ചോട്ടാ മേട്ടക്, ചെറിയ തവള. മുഹ്, കാലാ മുഹ്, കറുത്ത വായ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡയറി ലിഖെ, ഡയറി എഴുതുക. ഫാഗ് ദൗഡ് മേം ഗുഡ്ഡു ഫിസല ഓർ ജാക്കർ कीचड़ में दम से गिर गया. घर आकर फिर गुड्डू हंसता रहा. वह यादों में खो गया. गुड्डू की डायरी लिखे. ഗുഡ്ഡു ഓടിപ്പോയ വഴിക്ക് ചളിയിൽ വീഴുന്നു. വീട്ടിൽ വന്നിട്ടും ഗുഡ്ഡു അത് ആലോചിച്ച് ചിരിക്കുകയായിരുന്നു. അന്നത്തെ ദിവസം ഗുഡ്ഡുവിൻ്റെ ഡയറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡയറിമേ, ഡയറിയിൽ താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ വേണം. താരിഖ് ലിഖി ഹെ, ഡേറ്റ് വേണം. മുഖ്യ ഘടനാओं का उल्लेख किया है, പ്രധാനപ്പെട്ട സംഭവങ്ങൾ എഴുതണം. അപ്പന വിചാർ പ്രകട കിയാ ഹെ, നമ്മുടെ അഭിപ്രായങ്ങൾ എഴുതണം. ആത്മനിഷ്ഠ ശൈലി കാ പ്രയോഗ ഹുവാ ഹെ, അതായത് നമ്മുടെ സ്വന്തം ശൈലിയിൽ എഴുതണം. ആൻസർ നോക്കിക്കോളൂ. ആജ് ബാരിഷ് കെ ബാദ് മേം ഓർ ഗുഡ്ലി ബർസാത്തി നാലെ മേ ഖേൽനെ ഗയെ. ഇന്ന് മഴയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനും ഗുഡ്ലിയും കൂടി ചാലിൽ കളിക്കാൻ പോയി. ഹംനെ പത്തേ की नाव बनाई और उसमें छोटे छोटे प्राणियों को बिठाकर पानी में छोड़ा. ഞങ്ങൾ ഇല കൊണ്ട് വള്ളം ഉണ്ടാക്കി അതിൽ ചെറിയ ചെറിയ പ്രാണികളെ ഇരുത്തിയിട്ട് വെള്ളത്തിലോട്ട് വിട്ടു. അചാനക് മേട്ടക് കൂത് ഗയാ ഓർ നാവ് പലട് ഗയി. പെട്ടെന്ന് തന്നെ തവള എടുത്ത് ചാടുകയും വള്ളം മറിയുകയും ചെയ്തു. ജിസ്സെ ഹം ദുഃഖി ഹുയി, ഞങ്ങൾക്ക് ഒരുപാട് സങ്കടമായി. ഗുഡ്ലി നെ ലാൽ കീടേ കോ ബച്ചാ ലിയ ഓർ ബാക്കി സബ് ഫി സുരക്ഷിതത്തെ. ഗുഡ്ലി ആ ചുവന്ന പ്രാണിയെ രക്ഷിച്ചു, ബാക്കിയെല്ലാം സുരക്ഷിതമായിരുന്നു. ചാന്ദിനി കെ പേട് കെ പാസ് ഹമേ ഏക്ക് ഗോകുൽ ഗായി ദിഖായി തി. ചാന്ദിനി മരത്തിന് താഴെയായിട്ട് ഞങ്ങൾ ഗോകുൽ ഗായിയെ കണ്ടു. ഈ ഗോകുൽ ഗായി എന്ന് പറയുന്നത് ചെറിയൊരു പ്രാണിയാണ്. മേനെ പേട് ഹിലായാത്തോ ഗുഡ്ലി ഫീഗ് ഗയി. ഞാൻ മരം കുലുക്കിയപ്പോൾ ഗുഡ്ലി മൊത്തത്തിൽ നനഞ്ഞു. മേം ഹസ്കർ ഫാഗ, ഞാൻ ചിരിച്ചുകൊണ്ടോടി. വഹ് ചില്ലാക്കർ മേരെ പീച്ചെ ഫാഗി, അവൾ നിലവിളിച്ചോണ്ട് എൻ്റെ പുറകിലോടി. ഫാഗ് ദൗഡുമേം മേ കീച്ചഡ് മേം ഗിർ ഗയ, ഓടി വരുന്നതിനിടയിൽ ഞാൻ ചെളിയിൽ വീണു. ലേക്കിൻ മുജെ റോനേക്കെ ബദലെ അസി ആ രഹി തി, പക്ഷെ എനിക്ക് കരയുന്നതിന് പകരം ചിരിയാണ് വന്നത്. ഗുഡ്ലി ഫി ഗുസ്സ ചോട്കെ മേരെ സാമനെ ഗഡേ ഹോക്കർ ഹസ് രഹി തി. ഗുഡ്ലിയും ദേഷ്യമെല്ലാം മാറ്റി എൻ്റെ കൂടെ നിന്ന് ചിരിക്കാൻ തുടങ്ങി. ദോസ്തി കി ഹസി കിത്നി മസേദാർ ഹെ, സൗഹൃദത്തിൻ്റെ ചിരി എന്ത് മധുരമുള്ളതാണ്. യഹ് ദോസ്തി ഹം കഭി നഹി ചോടേങ്കെ, ഈ ഒരു സൗഹൃദം ഞാൻ ഒരിക്കലും കൈവിടില്ല. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്